Good afternoon. So last class we discuss ചെയ്തത് സൈൻ വേവിൻ്റെ റെപ്രസെൻറ്റേഷൻ ആൻഡ് അതിലെ ബേസിക് ടേംസ് ആയിരുന്നു. ഓക്കെ, സോ സൈൻ വേവ് we can represent in mainly three modes: time mode, degree mode and radian mode. So in time mode we can represent a wave as v equal to vm sine 2 pi by t into t, where t is time period. And in degree mode v equal to vm sine theta. Okay, and in radian mode v equal to vm sine omega t. These are the three different types of representation of sine wave. Then we have discussed alternation and cycles. Alternation means one half cycle, that is positive alternation and negative alternation. Then one cycle means complete transition through one positive alternation and one negative alternation. So അതാണ് ഒരു കംപ്ലീറ്റ് സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ടൈം പീരീഡ് ടൈം റിക്വയർഡ് ടു ഇപ്പോൾ ഓഡിബിൾ ആണോ? ഓക്കെ, ഇടയ്ക്ക് നെറ്റ് ചെറിയൊരു പ്രശ്നം വന്നത് ഡൗട്ടായത്. സോ ടൈം പീരീഡ് മീൻസ് ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ് വൺ സൈക്കിൾ ഓഫ് സ്ക്രീൻ ഇപ്പോൾ വരിക, ഒരു മിനിറ്റ്, അത് നെറ്റ് ചെറുങ്ങനെ കട്ടായി പോയതാ. സോ ടൈം പീരീഡ് നമ്മൾ രാവിലെ ഡിസ്കസ് ചെയ്തതാണ്. ടൈം പീരീഡ് വൺ മിനിറ്റ്, എന്ന് നെറ്റിൻ്റെ ചെറിയ പ്രശ്നം. ഓക്കെ, സോ ടൈം പീരീഡ് ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ് വൺ സൈക്കിൾ ഓഫ് എ സിഗ്നൽ. ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം, അതിനാണ് ടൈം പീരീഡ് എന്ന് പറയുന്നത്. ദ നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ്, ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്യും, സോ അതിനെ ഡിനോട്ട് ചെയ്യുന്ന ടേം ആണ് ഫ്രീക്വൻസി. സോ ഹിയർ യു ക്യാൻ സീ, ഹിയർ വി ആർ ടേക്കൺ ടൈം പീരീഡ് ഈക്വൽ ടു 200 മില്ലി സെക്കൻഡ്സ്. ഓക്കെ, സോ ഒരു സൈക്കിളിൻ്റെ ടൈം പീരീഡ് 200 മില്ലി സെക്കൻഡ്സ് ആണ്. സോ ഇൻ 1 സെക്കൻഡ് യു വിൽ ഗെറ്റ് 5 സൈക്കിൾസ്. ഓക്കെ, സോ ഇവിടെ 5 ആണ് ഈ വേവ് ഫോമിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയാം. അതായത് നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ്, ഒരു സെക്കൻഡ് ആകുമ്പോഴത്തേക്കും എത്ര സൈക്കിൾസ് ഓഫ് വേവ് ഫോം പ്രൊഡ്യൂസ് ചെയ്യും. സോ അതിനെ ഡിനോട്ട് ചെയ്യുന്ന ടേം ആണ് ഫ്രീക്വൻസി. ആൻഡ് ഇഫ് യു നോ ദി ടൈം പീരീഡ് യു ക്യാൻ ഫൈൻഡ് ഫ്രീക്വൻസി by taking 1 by time period. Okay, so relation എഴുതി വെക്കുക, റിലേഷൻ ബിറ്റ്വീൻ ടൈം പീരീഡ് ആൻഡ് ഫ്രീക്വൻസി. എഫ് ടേം ഡിനോട്ട് ചെയ്യുന്ന ഫ്രീക്വൻസി ആണ്, ഫ്രീക്വൻസി ഇൻ ഹെഡ്സ്. ആൻഡ് ഇഫ് ടി ഈസ് ദ ടൈം പീരീഡ്, ദ ഫ്രീക്വൻസി എഫ് ഈക്വൽ ടു 1 by ടി. ഓക്കെ, relation between time period and frequency. Frequency equal to 1 by t or t equal to 1 by f. ഇത് രണ്ട് റിലേഷനും നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, where t is the time period of the waveform in second.
ടൈം പീരീഡ് എപ്പോഴും സെക്കൻഡ്സിലാണ് പറയുക. ദെൻ 1 by ടൈം പീരീഡ് ആണ് ഫ്രീക്വൻസി. ഓക്കെ, ദെൻ ഇനി ഫ്രീക്വൻസി റേഡിയൻസ് പെർ സെക്കൻഡിലാണെങ്കിൽ ഡിനോട്ട് ചെയ്യുന്ന ടേം ആണ് ഒമേഗ. ഫ്രീക്വൻസി ഹെഡ്സിലാണെങ്കിലാണ് എഫ് എന്ന് പറഞ്ഞ ടേം ഡിനോട്ട് ചെയ്യുന്നത്. ദെൻ ഈ ഫ്രീക്വൻസി ഈസ് റെപ്രസെൻറ്റഡ് ഇൻ റേഡിയൻസ് പെർ സെക്കൻഡ്. ഒമേഗ ആണ് ഫ്രീക്വൻസിനെ ഡിനോട്ട് ചെയ്യുന്ന ടേം ആൻഡ് ഒമേഗ ഈക്വൽ ടു 2πf. ഓക്കെ, ആൻഡ് ഫ്രീക്വൻസി എഫ് ഈക്വൽ ടു 1 by ടൈം പീരീഡ്. ഈ രണ്ട് ഇക്വേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഫ്രീക്വൻസി ഈക്വൽ ടു 1 by ടൈം പീരീഡ് ആൻഡ് ഇഫ് ഫ്രീക്വൻസി ഈസ് റെപ്രസെൻറ്റഡ് ഇൻ റേഡിയൻസ് പെർ സെക്കൻഡ്. ഈ ഫ്രീക്വൻസി ആണെങ്കിൽ എഫ് ഹെഡ്സിലാണ്. സോ എഫിലാണ് ഫ്രീക്വൻസി ഡിനോട്ട് ചെയ്യുന്നതെങ്കിൽ സൈക്കിൾസ് പെർ സെക്കൻഡ് ഓർ ഹെഡ്സ് ആണ്. ദെൻ ഈ ഫ്രീക്വൻസി ഈസ് റെപ്രസെൻറ്റഡ് ഇൻ ഒമേഗ, ദെൻ ഒമേഗ ഈക്വൽ ടു 2π ഇൻറ്റു എഫ്. ഓക്കെ, സോ ഹെഡ്സിലുള്ള ഫ്രീക്വൻസി അറിയാമെങ്കിൽ 2π ഇൻറ്റു എഫ് ആണ് റേഡിയൻസ് പെർ സെക്കൻഡിലെ ഫ്രീക്വൻസി. ഒമേഗ ആംഗുലാർ വെലോസിറ്റി എന്ന് പറയും ഇൻ റേഡിയൻസ് പെർ സെക്കൻഡ്. ദെൻ 2π നമ്മൾ ജസ്റ്റ് പൈ 3.14 തന്നെയാണ് വാല്യൂ. പക്ഷെ ഇത് എടുക്കാനുള്ള റീസൺ 2π എന്ന് പറയുന്നത് നമ്പർ ഓഫ് റേഡിയൻസ് ഇൻ 1 സൈക്കിൾ. അതായത് ഒരു സൈക്കിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് 360 ഡിഗ്രി ആണ്. ഓക്കെ, സോ ദിസ് 360 ഡിഗ്രി ഈക്വൽ ടു റേഡിയൻസിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു. ആ റേഡിയൻസിലാണ് റെപ്രസെൻറ്റ് ചെയ്യുമെങ്കിൽ 360 ഡിഗ്രി ഈക്വൽ ടു 2π റേഡിയൻ ആണ്. സോ അങ്ങനെയാണ് ഈ ഇക്വേഷൻ വരുന്നത്. അതൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല. ഈ രണ്ട് ഇക്വേഷൻസും ഓർത്തിരിക്കുക. ഫ്രീക്വൻസി ഈക്വൽ ടു 1 by t ആൻഡ് ഒമേഗ ഫ്രീക്വൻസി ഇൻ റേഡിയൻസ് പെർ സെക്കൻഡിലാണെങ്കിൽ ഒമേഗ ഈക്വൽ ടു 2π ഇൻറ്റു എഫ്. ഓക്കെ, so this is the relation between time period and frequency. Frequency equal to 1 by time period. Then next term, instantaneous value. What is the instantaneous value of a waveform? Okay, so instantaneous value means ഈ ടേമും തന്നെ ഓരോ ടേംസും എന്താണെന്ന് എഴുതി വെക്കണേ. ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ. സോ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ മീൻസ് എന്തായിരിക്കും? ഇൻസ്റ്റൻറ്റേനിയസ് മീൻസ് ഓരോ ഇൻസ്റ്റൻറ്റിലുള്ള വാല്യൂ. ഓക്കെ, ഇപ്പോൾ ഒരു വേവ് ഫോം തന്നു കഴിഞ്ഞാൽ ഇപ്പോൾ സൈൻ വേവ് ആണെങ്കിൽ ഇതാണ് നിങ്ങളുടെ സൈൻ വേവ്. ഓക്കെ, സോ ഈ സൈൻ വേവിൻ്റെ ഓരോ ഇൻസ്റ്റൻറ്റിലുള്ള വാല്യൂസിനാണ് അതിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ എന്ന് പറയുന്നത്. ദ വാല്യൂ ഓഫ് എ സൈനുസോയിഡൽ വോൾട്ടേജ് വേവ് ഫോം ആവാം ഓർ കറണ്ട് വേവ് ഫോം അറ്റ് എ സ്പെസിഫൈഡ് പോയിന്റ് ഇൻ ടൈം ക്യാൻ ബി, അതിനാണ് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ടൈം ടി ഈക്വൽ ടു 1 സെക്കൻഡ്, അതായത് ഇവിടെയാണെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ടൈമിലുള്ള വാല്യൂ, അല്ലെങ്കിൽ വേറെ ഒരു ടൈം തന്നു കഴിഞ്ഞാൽ ആ പെർട്ടിക്കുലർ ടൈം ഇൻസ്റ്റൻറ്റിനുള്ള വാല്യൂ. സോ ആ വാല്യൂവിനാണ് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ എന്ന് പറയുന്നത്. വാല്യൂ ഓഫ് എ സൈനുസോയിഡൽ വോൾട്ടേജ് ഓർ കറണ്ട് അറ്റ് എ സ്പെസിഫൈഡ് പോയിന്റ് ഇൻ ടൈം. സോ അതിനെയാണ് എന്ത് പറയുന്നത്? ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ കൊണ്ട് മീൻ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് വി പീക്ക് എന്ന് വേണ്ട, വി എം എന്ന് എഴുതിയാൽ മതി. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു റെപ്രസെൻറ്റേഷൻ, 3 ടൈപ്സ് ഓഫ് റെപ്രസെൻറ്റേഷൻ. സോ വി ഓഫ് ടി ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി. ഓക്കെ, സോ ഇവിടെ വി പീക്ക് എന്ന് എഴുതിയതാണ് പീക്ക് വാല്യൂന്. സോ വി എം ഈസ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി വോൾട്ടേജ്. ഇവിടെ മാക്സിമം വാല്യൂ വരുന്നത് വി എം ആണെങ്കിൽ വി ഓഫ് ടി ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി. സോ ദിസ് ഈസ് ദി ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് എ വേവ് ഫോം. അപ്പോൾ ഇവിടെ ടൈമിന് ടിക്ക് ഓരോ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ആ പെർട്ടിക്കുലർ ടൈം ഇൻസ്റ്റൻറ്റിൽ എന്താണോ ആ വേവ് ഫോമിൻ്റെ വാല്യൂ നമുക്കിവിടെ കിട്ടും ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട്. ഓക്കെ, സോ ദി ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ മീൻസ് ദ വാല്യൂ ഓഫ് എ സിഗ്നൽ അറ്റ് എ സ്പെസിഫൈഡ് പോയിന്റ് ഇൻ ടൈം. ഒരു പെർട്ടിക്കുലർ ടൈമിലുള്ള വാല്യൂ എത്രയാണോ അതിനാണ് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ എന്ന് പറയുന്നത്. സോ അത് ഡിനോട്ട് ചെയ്യുന്ന വോൾട്ടേജ് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് വി എം സൈൻ ഒമേഗ ടി. ഓക്കെ, ഇനി ഈ ഒമേഗ എഫിൻ്റെ ടേംസിലാണ് എഴുതുന്നതെങ്കിൽ എന്തെഴുതാം? ഈ ഒമേഗയ്ക്ക് പകരം സെയിം ഇക്വേഷൻ തന്നെ ഇവിടെ വി പി കെ എന്ന് വേണ്ട വി എം എന്ന് എഴുതിയാൽ മതി. സോ വി ഓഫ് ടി ഈക്വൽ ടു വി എം സൈൻ ഒമേഗയ്ക്ക് പകരം ഒമേഗ ഈക്വൽ ടു ഇൻ ടേംസ് ഓഫ് ഫ്രീക്വൻസി 2π എഫ് ആണ്. സോ വി എം സൈൻ 2π എഫ് ഇൻറ്റു ടി. ഓക്കെ, ഇൻ ടേംസ് ഓഫ് ഫ്രീക്വൻസി ആണെങ്കിൽ വി ഓഫ് ടി ഈക്വൽ ടു വി എം സൈൻ 2π എഫ് ഇൻറ്റു ടി. ഇതാണ് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആംപ്ലിറ്റ്യൂഡ്, മാക്സിമം വാല്യൂ ഓർ പീക്ക് വാല്യൂ. സോ ഇത് എല്ലാ ടേംസും ഡിനോട്ട് ചെയ്യുന്ന ഒരേ ടേമിനാണ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് എ വേവ് ഫോം, അല്ലെങ്കിൽ മാക്സിമം വാല്യൂ ഓഫ് എ വേവ് ഫോം ഓർ പീക്ക് വാല്യൂ ഓഫ് എ വേവ് ഫോം. ഓക്കെ, സോ ആ വേവ് ഫോമിൻ്റെ മാക്സിമം വാല്യൂ, വെദർ ഇറ്റ് മേ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ് വാല്യൂ, അതിൻ്റെ മാക്സിമം വാല്യൂ എന്താണോ അതിനാണ് എന്ത് പറയുന്നത്? ആംപ്ലിറ്റ്യൂഡ്, മാക്സിമം വാല്യൂ ഓർ പീക്ക് വാല്യൂ. അതായത്
ഇതാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന വേവ് ഫോം എങ്കിൽ ഇതിന്റെ മാക്സിമം വാല്യൂ എന്തായിരിക്കും? ഈ പോയിന്റിൽ ഇതായിരിക്കും മാക്സിമം വാല്യൂ, ഈ പോയിന്റിൽ ഇതാണ് മാക്സിമം വാല്യൂ. ഓക്കെ, സോ ഈ രണ്ട് മാക്സിമംസും ഈക്വൽ ആയിരിക്കും. ഇത് ഇപ്പോൾ വി എം ആണെങ്കിൽ പ്ലസ് വി എം ആയിരിക്കും, then here it will be minus vm. ഓക്കെ, സോ ആ വാല്യൂവിനെയാണ് ആ വേവ് ഫോമിന്റെ ആംപ്ലിറ്റ്യൂഡ് ഓർ മാക്സിമം വാല്യൂ ഓർ പീക്ക് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, സോ മാക്സിമം പോസിറ്റീവ് ഓർ നെഗറ്റീവ് വാല്യൂ ഓഫ് ആൻ ഓൾട്ടർനേറ്റിംഗ് വേവ് ഫോം. സോ അതിനാണ് ആംപ്ലിറ്റ്യൂഡ്, മാക്സിമം വാല്യൂ ഓർ പീക്ക് വാല്യൂ എന്ന് പറയുന്നത്. സോ ആംപ്ലിറ്റ്യൂഡ് ഓഫ് എ വേവ് ഫോം ഇസ് ദ മാക്സിമം പോസിറ്റീവ് ഓർ നെഗറ്റീവ് വാല്യൂ ഓഫ് ആൻ ഓൾട്ടർനേറ്റിംഗ് വേവ് ഫോം. ആ ഓൾട്ടർനേറ്റിംഗ് വേവ് ഫോമിന്റെ മാക്സിമം വാല്യൂ, അത് പോസിറ്റീവ് ആവാം നെഗറ്റീവ് ആവാം, രണ്ടും സെയിം വാല്യൂ ആണ് വരിക. സോ ആ വാല്യൂവിനെയാണ് ആ വേവ് ഫോമിന്റെ ആംപ്ലിറ്റ്യൂഡ്, മാക്സിമം വാല്യൂ ഓർ പീക്ക് വാല്യൂ വെച്ച് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇതിപ്പം 8 വോൾട്ട് ആണ് മാക്സിമം ആയി കാണിച്ചിരിക്കുന്നത്. വി പി എന്ന് ചില കേസിൽ വി പി എന്ന് ഡിനോട്ട് ചെയ്യും, അല്ലെങ്കിൽ വി എം എന്ന് ഡിനോട്ട് ചെയ്യും. ഓക്കെ, സോ ഹിയർ ഇറ്റ് ഈസ് +8 ആൻഡ് -8, ഒരു വാല്യൂ കൊടുത്തതേ ഉള്ളൂ. സോ ഈ ഒരു വാല്യൂവിനെയാണ് പീക്ക് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, മാക്സിമം വാല്യൂ ഓഫ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് വാല്യൂ. സോ ഈ വാല്യൂവിനെയാണ് വേവ് ഫോമിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയും, മാക്സിമം വാല്യൂ ഓർ പീക്ക് വാല്യൂ. ആംപ്ലിറ്റ്യൂഡ്, മാക്സിമം വാല്യൂ, പീക്ക് വാല്യൂ എല്ലാം ഡിനോട്ട് ചെയ്യുന്ന സെയിം ടേമിനെയാണ്. സോ ഇവിടുത്തെ മാഗ്നിറ്റ്യൂഡ് എത്രയാണോ, സോ ആ മാഗ്നിറ്റ്യൂഡിനെയാണ് പീക്ക് വാല്യൂ അല്ലെങ്കിൽ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പീക്ക് ടു പീക്ക് വാല്യൂ. ഓക്കെ, സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പീക്ക് വാല്യൂ ആണ്. നെക്സ്റ്റ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്ന പീക്ക് വാല്യൂ ആണ്. നെക്സ്റ്റ് പീക്ക് ടു പീക്ക് വാല്യൂ. സോ പീക്ക് ടു പീക്ക് വാല്യൂ മീൻസ് പോസിറ്റീവ് മാക്സിമം ടു നെഗറ്റീവ് മാക്സിമം വാല്യൂവിനെയാണ് പീക്ക് ടു പീക്ക് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, പീക്ക് ടു പീക്ക് വാല്യൂ ഓഫ് എ സൈൻ വേവ് ഈസ് ദി വോൾട്ടേജ് ഓർ കറണ്ട് ഫ്രം ദി പോസിറ്റീവ് പീക്ക് ടു ദി നെഗറ്റീവ് പീക്ക്. ഓക്കെ, so peak value means either it may be positive or negative. സോ ആ വാല്യൂവിനാണ് പീക്ക് എന്ന് പറയുന്നത്. ദെൻ പീക്ക് ടു പീക്ക് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് പീക്ക് നിന്ന് നെഗറ്റീവ് പീക്കിലേക്ക് വരെയുള്ള ആ വാല്യൂ. സോ അതിനെയാണ് പീക്ക് ടു പീക്ക് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന വേവ് ഫോമിൽ ഹിയർ പീക്ക് വാല്യൂ മീൻസ് 8 വോൾട്ട്. ഓക്കെ, ഈ വേവ് ഫോമിന്റെ പീക്ക് വാല്യൂ എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പീക്ക് വാല്യൂ 8 വോൾട്ട് ആണ്. ബട്ട് പീക്ക് ടു പീക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? പോസിറ്റീവ് പീക്ക് ടു നെഗറ്റീവ് പീക്ക്. ഇവിടെ പോസിറ്റീവ് പീക്ക് എന്ന് പറയുന്നത് +8 ആണ്, ആൻഡ് നെഗറ്റീവ് പീക്ക് -8. ഓക്കെ, സോ പോസിറ്റീവ് പീക്ക് ടു നെഗറ്റീവ് പീക്ക് എന്ന് പറയുമ്പോൾ എത്ര വരും? 16 വോൾട്ട് വരും. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? സോ പോസിറ്റീവ് പീക്ക് ടു നെഗറ്റീവ് പീക്ക് വരെയുള്ള വാല്യൂ ആണ് പീക്ക് ടു പീക്ക് വാല്യൂ എന്ന് പറയുന്നത്. സോ അതാണ് ഡിഫറൻസ്. പീക്ക് വാല്യൂ എത്രയാണോ അതിന്റെ ഡബിൾ ആയിരിക്കും പീക്ക് ടു പീക്ക് വാല്യൂ വരും. സോ പീക്ക് വാല്യൂ മീൻസ് ഏതർ ഇറ്റ് മേ ബി പോസിറ്റീവ് പീക്ക് ഓർ നെഗറ്റീവ് പീക്ക്. ഇതാണ് പീക്ക് വാല്യൂ. സെയിം ടൈം പീക്ക് ടു പീക്ക് മീൻസ് പോസിറ്റീവ് പീക്ക് ടു നെഗറ്റീവ് പീക്ക്. ഓക്കെ, സോ ഇത് മുതൽ +8 മുതൽ -8 വരെയുള്ള ആ വാല്യൂവിനാണ് പീക്ക് ടു പീക്ക് വാല്യൂ എന്ന് പറയുക. അപ്പോൾ ഈ വേവ് ഫോമിന്റെ കേസിൽ പീക്ക് വാല്യൂ 8 ആണ്, ബട്ട് പീക്ക് ടു പീക്ക് മീൻസ് 16 വോൾട്ട്, അതായത് +8 മുതൽ -8 വരെ വരുന്ന വാല്യൂ. സോ ആ മാഗ്നിറ്റ്യൂഡിനാണ് പീക്ക് ടു പീക്ക് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് വി പി പി എന്നാണ് ഡിനോട്ട് ചെയ്യുക. പീക്ക് വാല്യൂ വി പി ആണെങ്കിൽ 2 വി പി ആയിരിക്കും പീക്ക് ടു പീക്ക് വാല്യൂ വരും. ഓക്കെ, സോ അതാണ് പീക്ക് വാല്യൂയും പീക്ക് ടു പീക്ക് വാല്യൂയും തമ്മിലുള്ള ഡിഫറൻസ്. പീക്ക് വാല്യൂ either positive peak or negative peak, but peak to peak value means positive peak to negative peak വാല്യൂ എത്രയാണോ അതിനെയാണ് പീക്ക് ടു പീക്ക് വാല്യൂ എന്ന് പറയുന്നത്. ഇതെവിടെ നോക്കും, നേരത്തെ അതേ വേവ് ഫോം തന്നെ. സോ ഇത് പോസിറ്റീവ് പീക്ക് ആണ്, ഇത് നെഗറ്റീവ് പീക്ക് ആണ്. ദെൻ ദിസ് പോസിറ്റീവ് പീക്ക് ടു നെഗറ്റീവ് പീക്ക് വാല്യൂ ആണ് പീക്ക് ടു പീക്ക് വാല്യൂ എന്ന് പറയുന്നത്. സോ 16 വോൾട്ട് ആണ് പീക്ക് ടു പീക്ക് വാല്യൂ. ഓക്കെ, പീക്ക് വാല്യൂ ആണെങ്കിൽ 8 വോൾട്ട് എന്ന് പറയും. അതായത് പോസിറ്റീവ് പീക്കിന്റെ മാഗ്നിറ്റ്യൂഡ് +8 ആണ്, നെഗറ്റീവ് പീക്ക് എടുക്കുകയാണെങ്കിൽ -8 ആണ്. സോ 8 വോൾട്ട് ആണ് പീക്ക് വാല്യൂ. ബട്ട് പീക്ക് ടു പീക്ക് വാല്യൂ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് പീക്ക് ടു നെഗറ്റീവ് പീക്ക് വരും, ദാറ്റ് ഈസ് 16 വോൾട്ട്. ഓക്കെ, സോ ദിസ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പീക്ക് ആൻഡ് പീക്ക് ടു പീക്ക് വാല്യൂ. സോ നെക്സ്റ്റ് ടേം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോബ്ലം ചോദിക്കും, ഡെഫിനിഷൻ ചോദിക്കും,
സോ ക്ലിയർ ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ആർ എം എസ് വാല്യൂ, റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ, ഓർ എഫക്റ്റീവ് വാല്യൂ, ഓർ ട്രൂ വാല്യൂ. ഓക്കെ, സോ ഇതെല്ലാം പറയുന്ന ഒറ്റ ടേമിനെയാണ് ആർ എം എസ് വാല്യൂ. ആർ എം എസ് മീൻസ് റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ. ഓക്കെ, സോ മിക്കവാറും ചോദിക്കുന്നത് ഈ ഒരു ടേമാണ് ആർ എം എസ് വാല്യൂ. ആർ എം എസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ ആർ എം എസ് വാല്യൂ, ആർ എം എസ് മീൻസ് റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ. ഈ വാല്യൂവിനെ തന്നെയാണ് എഫക്റ്റീവ് വാല്യൂ എന്നും പറയും, അതുപോലെ ട്രൂ വാല്യൂ. അങ്ങനെ എഫക്റ്റീവ്, ട്രൂ വാല്യൂ മറന്നാലും കുഴപ്പമില്ല, ആർ എം എസ് വാല്യൂ ഇസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ വാട്ട് ഈസ് ആർ എം എസ് വാല്യൂ ഓഫ് ആൻ എ സി വേവ് ഫോം? ഈ എ സിൻ്റെ കേസിലാണ് ആർ എം എസ് വാല്യൂ നമ്മൾ സ്പെസിഫൈ ചെയ്യുക. ഒരിക്കലും ഡി സിക്ക് ആർ എം എസ് വാല്യൂ എന്ന് പറയില്ല. ഓക്കെ, സോ ആർ എം എസ് വാല്യൂ ഇസ് an RMS value is that steady state value of a time varying waveform which could also develop same amount of heat as given by the original waveform when passed through a certain resistance for a certain time. Okay, so RMS value എന്ന് പറയുന്നത് എ സി ക്വാണ്ടിറ്റിക്കാണ് RMS value എന്ന് പറയുന്നത്. So RMS value of an AC quantity എന്ന് പറയുന്നത് അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു ഡി സി വാല്യൂ ആയിരിക്കും. സോ അതാണ് ഡെഫിനിഷൻ പറയുന്നത്. ആർ എം എസ് വാല്യൂ ഈസ് ദാറ്റ് സ്റ്റഡി സ്റ്റേറ്റ് വാല്യൂ. ആർ എം എസ് വാല്യൂ നമ്മൾ പറയുന്നത് എ സിക്കാണ്, പക്ഷെ എ സിയുടെ ആർ എം എസ് വാല്യൂ എന്ന് പറയുന്നത് അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു ഡി സി വാല്യൂ ആണ്. ഓക്കെ, സോ എങ്ങനെയാണ് ഇക്വലൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് വി ആർ അപ്ലൈയിങ് an AC voltage to a resistance for a certain time. ഓക്കെ, ഒരു റെസിസ്റ്ററിന് അക്രോസ് ഒരു പർട്ടിക്കുലർ ടൈമിൽ ഒരു എ സി വോൾട്ടേജ് അപ്ലൈ ചെയ്തു. സോ ആ ടൈമിൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ക്വാണ്ടിറ്റി ഡി സി സെയിം റെസിസ്റ്റൻസിൽ സെയിം ടൈം അപ്ലൈ ചെയ്യണം. സോ ആ ഡി സി വാല്യൂനാണ് എന്ത് പറയുന്നത്, എ സിയുടെ ആർ എം എസ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഡെഫിനേഷൻ ഒന്ന് കൊടുക്കുക. ആർ എം എസ് വാല്യൂ ഈസ് ദാറ്റ് സ്റ്റഡി സ്റ്റേറ്റ് വാല്യൂ ഓഫ് എ ടൈം വേരിയിങ് വേവ് ഫോം. അപ്പോൾ ടൈം വേരിയിങ് വേവ് ഫോം എന്ന് പറയുന്നത് എന്താണ്, എ സി വേവ് ഫോം ആണ്. ഓക്കെ, സോ ആർ എം എസ് വാല്യൂ ഈസ് ദ ഡി സി വാല്യൂ ഓഫ് എൻ എ സി വാല്യൂ. അതായത് എ സിയുടെ ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു ഡി സി വാല്യൂ വിച്ച് കുഡ് ഓൾസോ ഡെവലപ്പ് സെയിം എമൗണ്ട് ഓഫ് ഹീറ്റ് ആസ് ഗിവൺ ബൈ ദി ഒറിജിനൽ വേവ് ഫോം. ഒറിജിനൽ വേവ് ഫോം എന്ന് പറയുന്നത് എ സി വേവ് ഫോം വെൻ പാസ്ഡ് ത്രൂ എ certain റെസിസ്റ്റൻസ് ഫോർ എ certain ടൈം. ഓക്കെ, അതായത് ഒരു പർട്ടിക്കുലർ റെസിസ്റ്റൻസിലൂടെ പർട്ടിക്കുലർ ടൈമിൽ എ സി അപ്ലൈ ചെയ്തു. ആ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെയിം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര എമൗണ്ട് ഡി സി നമ്മൾ സെയിം സർക്യൂട്ടിൽ അപ്ലൈ ചെയ്യണം. ആ ഡി സി വാല്യൂവിനാണ് നമ്മുടെ എ സിക്കിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള ആർ എം എസ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നിങ്ങളിപ്പോൾ ഈ ഒരു ഫിഗർ നോക്കാം. ഇതിൽ വി ആർ അപ്ലൈയിങ് ഫസ്റ്റ് ഫിഗറിൽ എ സി വാല്യൂ ആണ്. ഓക്കെ, ഹിയർ വി ആർ അപ്ലൈയിങ് എ സൈനുസോയിഡൽ വോൾട്ടേജ് സോഴ്സ് ത്രൂ ദിസ് റെസിസ്റ്റൻസ് ആർ. ഓക്കെ, ഈ ആർ എന്ന് പറയുന്ന റെസിസ്റ്ററിലൂടെ ഒരു എ സി സോഴ്സ് അപ്ലൈ ചെയ്യാണ് ഫോർ എ പർട്ടിക്കുലർ ടൈം. സോ ഇറ്റ്സ് 5 മിനിറ്റ്. 5 മിനിറ്റത്തേക്ക് ഈ ഒരു എ സി സോഴ്സ് അപ്ലൈ ചെയ്യാണ് അക്രോസ് ദിസ് റെസിസ്റ്റൻസ് ആർ. അറ്റ് ദാറ്റ് ടൈം സം എമൗണ്ട് ഓഫ് ഹീറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു ദിസ് എ സി സോഴ്സ്. ഈ എ സി സോഴ്സ് കാരണം ഈ റെസിസ്റ്ററിലൂടെ എ സി വോൾട്ടേജ് അപ്ലൈ ചെയ്യാണ്, 5 മിനിറ്റത്തേക്ക് അപ്ലൈ ചെയ്യാണ്. സോ 5 മിനിറ്റ് ഈ എ സി സോഴ്സ് ഈ റെസിസ്റ്ററിന് അക്രോസ് അപ്ലൈ ചെയ്യുമ്പം ഇതിലൊരു ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, സോ ഇതേ റെസിസ്റ്ററിലെ 5 മിനിറ്റ്, അതായത് ഇതേ റെസിസ്റ്റൻസിന് നമ്മൾ കൺസിഡർ ചെയ്ത് സെക്കൻഡ് കേസിൽ ഇഫ് വി ആർ അപ്ലൈയിങ് ഡി സി അക്രോസ് ദിസ് സെയിം റെസിസ്റ്റൻസ് ഫോർ സെയിം ടൈം ഡ്യൂറേഷൻ, അതായത് അതേ 5 മിനിറ്റ്. ഓക്കെ, ഈ സെയിം റെസിസ്റ്ററിൽ 5 മിനിറ്റ് എത്ര ഡി സി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലാണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെയിം ഹീറ്റ് ഇവിടെയും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക. ഓക്കെ, സോ ആ ഡി സി വാല്യൂവിനാണ് ഈ എ സി വാല്യൂവിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള ഡി സി വാല്യൂ ഓർ ആർ എം എസ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, സോ എ സി വാല്യൂസിനാണ് ആർ എം എസ് വാല്യൂ പറയുന്നത്. സോ ആർ എം എസ് വാല്യൂ മീൻസ് ഇറ്റ്സ് ആൻ ഇക്വലൻ്റ് ഡി സി വാല്യൂ which can produce same heat as produced by the
AC waveform when passed through a same resistance for same time duration. ഓക്കെ, അതായത് ഒരു എ സി വേവ് ഫോം, ഇതിപ്പം 5 വോൾട്ട് മാഗ്നിറ്റ്യൂഡ് ഉള്ള ഒരു എ സി വേവ് ഫോം 5 മിനിറ്റ് ഈ റെസിസ്റ്ററിലൂടെ പാസ് ചെയ്തപ്പോൾ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്ത അതേ ഹീറ്റ് അതേ റെസിസ്റ്റൻസിൽ 5 മിനിറ്റ് എത്ര ഡി സി വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലാണ് സെയിം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക. ഓക്കെ, ആ ഒരു ഡി സി മാഗ്നിറ്റ്യൂഡിനെയാണ് ഈ എ സിയുടെ ആർ എം എസ് വാല്യൂ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ആർ എം എസ് വാല്യൂ, ആർ എം എസ് വാല്യൂ ഇത്രയും മനസ്സിലാക്കുക. ആർ എം എസ് വാല്യൂ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് എ സിക്കാണ്. എ സിക്ക് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു ഡി സി വാല്യൂ, അതാണ് അതിൻ്റെ ആർ എം എസ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു എ സി വാല്യൂ ഒരു റെസിസ്റ്ററിലൂടെ ഒരു പർട്ടിക്കുലർ ടൈമിൽ ഫ്ലോ ചെയ്യുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് അതേ റെസിസ്റ്റൻസിൽ അത്രയും ടൈം എത്ര ഡി സി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ ഒരു ഡി സി ഇക്വലൻറ്റിനെയാണ് ഈ എ സിയുടെ ആർ എം എസ് വാല്യൂ എന്ന് പറയുന്നത്. സോ അതാണ് ഡെഫിനിഷൻ പറഞ്ഞത്. ആർ എം എസ് വാല്യൂ ഈസ് ദാറ്റ് സ്റ്റഡി വാല്യൂ ഓഫ് എ ടൈം വേരിയിങ് വേവ് ഫോം വിച്ച് കുഡ് ഓൾസോ ഡെവലപ്പ് സെയിം എമൗണ്ട് ഓഫ് ഹീറ്റ് ആസ് ഗിവൺ ബൈ ദി ഒറിജിനൽ വേവ് ഫോം വെൻ പാസ്ഡ് ത്രൂ എ സെർട്ടൺ റെസിസ്റ്റൻസ് ഫോർ എ സെർട്ടൺ ടൈം. ഓക്കെ, സെർട്ടൺ റെസിസ്റ്റൻസിലൂടെ സെർട്ടൺ ടൈം എ സി പാസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെയിം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര എമൗണ്ട് ഡി സി പാസ് ചെയ്യണം. സോ ആ ഡി സി വാല്യൂവിനെയാണ് ആർ എം എസ് വാല്യൂ എന്ന് പറയുന്നത്, എ സിയുടെ ആർ എം എസ് വാല്യൂ. ഓക്കെ, സോ ഒരു വേവ് ഫോം തന്നു കഴിഞ്ഞാൽ വേവ് ഫോം തന്നിട്ടായിരിക്കും നിങ്ങൾക്ക് ഫൈൻഡ് ദി ആർ എം എസ് വാല്യൂ ഓഫ് ദാറ്റ് എ സി വേവ് ഫോം ചോദിക്കുക. അപ്പോൾ ആർ എം എസിൻ്റെ മീനിങ് തന്നെ എന്താണ്? റൂട്ട് മീൻ സ്ക്വയർ. ഓക്കെ, അതായത് സ്ക്വയേർഡ് മീനിൻ്റെ റൂട്ട്. സോ അതാണ് ആർ എം എസ് കൊണ്ട് മീൻ ചെയ്യുന്നത്. തിരിച്ചു നോക്കുക, ആർ എം എസ് റൂട്ട് മീൻ സ്ക്വയർ. ഓക്കെ, സോ ഒരു വേവ് ഫോമിൻ്റെ ഇക്വേഷൻ തന്നിട്ട് ഫൈൻഡ് ദി ആർ എം എസ് വാല്യൂ എന്ന് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നിരിക്കുക വി ഓഫ് ടി എന്ന് പറയുന്ന വേവ് ഫോമിൻ്റെ ഇക്വേഷൻ ആണ്. ഓക്കെ, സോ ദെൻ അതിൻ്റെ ആർ എം എസ് വാല്യൂ കണ്ടുപിടിക്കാൻ വി ആർ എം എസ് ഈക്വൽ ടു, ഇക്വേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്, റൂട്ട് ഓഫ് 1/t integral 0 to t v of t square dt. ഓക്കെ, സോ ഇതാണ് ആർ എം എസ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. വി ആർ എം എസ് ഈക്വൽ ടു റൂട്ട് ഓഫ്, ഇത് കംപ്ലീറ്റ് റൂട്ടാണ്, റൂട്ട് ഓഫ് 1/t, ക്യാപിറ്റൽ ടി മീൻസ് ടൈം പീരീഡ്, ഇൻ്റഗ്രൽ 0 to t. ഇൻ്റഗ്രലിൻ്റെ ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് ടൈം പീരീഡ് ടി. ഓക്കെ, ഇൻ്റഗ്രൽ 0 to t, ദെൻ വി ഓഫ് ടി എന്ന് പറയുന്നത് വേവ് ഫോമിൻ്റെ ഇക്വേഷൻ എഴുതാം, അതിൻ്റെ സ്ക്വയർ വാല്യൂ അതാണ് വി ഓഫ് ടി സ്ക്വയർ ഡി ടി. ഓക്കെ, സോ ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഇക്വേഷൻ എഴുതി വെക്കുക. ആർ എം എസ് വാല്യൂ വി ആർ എം എസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1/t ഇൻ്റഗ്രൽ 0 to t വി ഓഫ് ടി സ്ക്വയർ ഡി ടി. ഇതാണ് ഒരു വേവ് ഫോം വി ഓഫ് ടി ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആർ എം എസ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതാം, ഫൈൻഡ് ദി ആർ എം എസ് വാല്യൂ ഓഫ് സൈൻ വേവ് ഫോം. സോ ഇക്വേഷൻ എഴുതി വെക്കുക, അത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ എഴുതി. ഇക്വേഷൻ വി ആർ എം എസിൻ്റെ ഇക്വേഷൻ എഴുതുക, വി ആർ എം എസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1/t ഇൻ്റഗ്രൽ 0 to t വി ഓഫ് ടി സ്ക്വയർ ഡി ടി. ഓക്കെ, find the RMS value of sine wave. Find the RMS value of sine wave. Then sine waveform വരക്കുക, മാക്സിമം വാല്യൂ വി എം മാർക്ക് ചെയ്യുക, ഇവിടെ മാക്സിമം ഇവിടെ മാർക്ക് ചെയ്യുക വി എം, ദെൻ 0,
മിസ് പ്രസന്റേഷൻ കാണുന്നില്ല. ഒരു മിനിറ്റ്. നിങ്ങളൊരു വേവ് ഫോം വരക്കുക കേട്ടോ. സൈൻ വേവ് ഫോം വരക്കുക. ഒരു മിനിറ്റ്. ഒരു മിനിറ്റ്, ഇപ്പൊ പ്രസന്റേഷൻ ശരിയാക്കാൻ. നിങ്ങളൊരു വേവ് ഫോം വരക്കുക. ദെൻ ഫൈൻഡ് ദി RMS വാല്യൂ ഓഫ് സൈൻ വേവ് എഴുതുക. അതിന്റെ മാക്സിമം വാല്യൂ VM മാർക്ക് ചെയ്യുക. ദെൻ RMSന്റെ ഇക്വേഷൻ എഴുതുക. VRMS ഈക്വൽ ടു √1/T ഇന്റഗ്രൽ 0 to T V of T സ്ക്വയർ DT എന്ന് എഴുതുക. ദെൻ സൈൻ വേവിന്റെ ഇക്വേഷൻ എഴുതുക. അപ്പോഴത്തേക്ക് ഞാൻ ശരിയാക്കി. V of Tയുടെ ഇക്വേഷൻ എഴുതുക. Vm sin omega t, sin omega tയുടെ ഇക്വേഷൻ എഴുതുക. Vm sin omega t. ദെൻ നിങ്ങൾ ടൈം പീരീഡ് എത്രയാണ് നോക്കുക. ടൈം പീരീഡ് തന്നിരിക്കുന്ന വേവ് ഫോമിൽ 2π ആണ് ടൈം പീരീഡ് വരുന്നത്.
സോ നിങ്ങൾ RMS വാല്യൂ ഡെഫിനിഷൻസ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കിയേ. ജസ്റ്റ് ഒന്ന് ഇതാക്കാം. അപ്പോഴത്തേക്കും സൈൻ വേവ് സൈൻ വേവിന്റെ ഇക്വേഷൻ എഴുതുക. നിങ്ങൾ RMS വാല്യൂ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അതിൽ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വി ഓഫ് ടിക്ക് പകരം VM സൈൻ ഒമേഗ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ അതിന്റെ സ്ക്വയർ ചെയ്തിട്ടൊന്ന് നോക്കുക. വി ഓഫ് ടിക്ക് പകരം VM സൈൻ ഒമേഗ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിൻ്റെ അകത്ത് വി ഓഫ് ടി സ്ക്വയർ ആണ്. ഇപ്പോൾ VM സൈൻ ഒമേഗ ടിയുടെ സ്ക്വയർ എടുക്കുക. ഓക്കെ, ലാസ്റ്റ് ഇത് ടൈം ഞാൻ എക്സ്റ്റെൻഡ് ചെയ്ത് തരാം. ഓക്കെ, നിങ്ങൾ അതൊന്ന് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, ഇപ്പൊ വിസിബിൾ അല്ലേ? യെസ്. ഓക്കെ, എന്തോ നെറ്റ്വർക്ക് ഇഷ്യൂ വന്നിട്ട് അവിടെ നിന്ന് മിനിറ്റ് സ്റ്റക്ക് ആയിപ്പോയി. ഓക്കെ, സോറി ഫോർ ദ ഡിലേ. അപ്പോൾ നിങ്ങൾക്ക് ഇക്വേഷൻ എഴുതിയാൽ RMS വാല്യൂ സൈൻ വേവ്. ഇപ്പോൾ ഇത് സൈൻ വേവ് ഫോം എഴുതുക. ദെൻ ഇൻ്റഗ്രൽ 0 to പൈ. ദെൻ വേവ് ഫോമിൽ മാർക്ക് ചെയ്യുക 0 to പൈ, ദെൻ പൈ ടു 2π വരെ. ദെൻ വി ഓഫ് ടിയുടെ ഇക്വേഷൻ എഴുതുക VM സൈൻ ഒമേഗ ടി.
നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് RMS വാല്യൂ ആണ്. സോ RMS വാല്യൂവിന്റെ ഇക്വേഷൻ, സോ ഇവിടെ തന്നിരിക്കുന്ന വേവ് ഫോമിൽ ടൈം പീരീഡ് നോക്കാം. ടൈം പീരീഡ് എത്രയാണ് വരുന്നത്? T = 2π. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യേണ്ടത് അതിന്റെ ഇക്വേഷൻ എഴുതാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് സൈൻ വേവ് ഫോം ആണ്. സോ നിങ്ങൾക്ക് ഓൾറെഡി ഇക്വേഷൻ അറിയാം. സോ സൈൻ വേവിന്റെ ഇക്വേഷൻ ഇത് നിങ്ങൾക്ക് ക്വസ്റ്റിൽ തരില്ല. ഓക്കെ, സോ V(t) യും ടൈം പീരീഡും ക്വസ്റ്റിൽ തരില്ല. ജസ്റ്റ് യു വിൽ ഗേവ് ദി വേവ് ഫോം ആൻഡ് ഫൈൻഡ് ദി RMS വാല്യൂ ഓഫ് ദി സൈൻ വേവ്. ഓക്കെ, സോ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. സോ ഇക്വേഷൻ എഴുതുക. V(t) = Vm sin ωt and here t = 2π. ഓക്കെ, ടൈം പീരീഡ് ക്വസ്റ്റിലും നോക്കുക എത്രയാണ് റിപ്പീറ്റ് ചെയ്യുന്നത് വരുന്നത്. അപ്പോൾ ഇവിടെ ടൈം പീരീഡ് 2π ആണ്. നെക്സ്റ്റ് RMS വാല്യൂവിന്റെ ഇക്വേഷൻ എഴുതാം. ഓക്കെ, സോ RMS വാല്യൂവിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? VRMS = √1/t integral 0 to t V(t²) dt. ഓക്കെ, സോ ഇതാണ് RMS വാല്യൂവിന്റെ ഇക്വേഷൻ. സോ RMS വാല്യൂവിന്റെ ഇക്വേഷൻ ഇത് VRMS = √1/t integral 0 to t V(t²) dt. ഓക്കെ, സോ ഇതാണ് RMS വാല്യൂവിന്റെ ഇക്വേഷൻ. നൗ യു ഹാവ് ടു ഫൈൻഡ് ദി RMS വാല്യൂ ഓഫ് ദി വേവ് ഫോം. ഓക്കെ, സോ ഇവിടെ തന്നിരിക്കുന്നത് സൈൻ വേവ് ആണ്. സോ സൈൻ വേവ് മീൻസ് V(t) = എന്താണ് ഇക്വേഷൻ? Vm sin ωt. ഓക്കെ, V(t) = Vm sin ωt ആണ്. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന പ്രോബ്ലത്തിൽ V(t) = Vm sin ωt. സോ അത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് VRMS കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇക്വേഷൻ. VRMS = √1/t integral 0 to t V(t²) dt. Okay, and you have to calculate the RMS value of the sine wave. And sine wave means V(t) = എന്താണ്? Vm sin ωt and time period 2π ആണ്. സോ അത് രണ്ടും നമ്മൾ തന്നിരിക്കുന്ന വേവ് ഫോം നോക്കിയിട്ട് ഇക്വേഷനും എഴുതാം. ദെൻ അതുപോലെ ടൈം പീരീഡ് എത്രയാണെന്ന് ടൈം പീരീഡും എഴുതാം. ഓക്കെ, സോ V(t) = Vm sin ωt and time period t = 2π. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഇക്വേഷനിൽ. ഓക്കെ, RMS വാല്യൂവിന്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. t = 2π. ഇതങ്ങനെ എഴുതി വെക്കല്ലേ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതാം. ഓക്കെ, ദെൻ ടൈം പീരീഡ് t = 2π ആണ്. ദെൻ 2π സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ ഇന്റഗ്രൽ 0 to t. ഓക്കെ, സോ ഇന്റഗ്രൽ ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് എന്താണ്? t. ദിസ് ക്യാപിറ്റൽ T മീൻസ് ടൈം പീരീഡ് ആണ്. ഓക്കെ, സോ ടൈം പീരീഡ് 2π. ഓക്കെ, സോ ഇന്റഗ്രൽ 0 to 2π. ദെൻ V(t) എന്ന് പറയുന്നത് എന്താണ്? സൈൻ വേവ് ആണ്. ഓക്കെ, സോ സൈൻ വേവിന്റെ ഇക്വേഷൻ Vm sin ωt ആണ്. ഓക്കെ, സോ Vm sin ωt. സോ V(t) = Vm sin ωt ആണ്. ദെൻ ഇവിടെ നമ്മൾ ഇക്വേഷൻ എന്താണ്? V(t²) ആണ്. ഓക്കെ, സോ V(t) എന്ന് പറയുന്നത് Vm sin ωt. ദെൻ V(t²) ആണ് നമുക്ക് ഇക്വേഷനിൽ വേണ്ടത്. സോ Vm sin ωt² എങ്ങനെ എഴുതാം? Vm² sin² ωt. ഓക്കെ, Vm² sin² ωt. അതാണ് V(t²). ഓക്കെ, ഇനി ഇവിടെ ഇന്റഗ്രൽ V(t) dt ആണ്. അതായത് ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന വേരിയബിൾ എന്താണ്? ഇക്വേഷൻ, വോൾട്ടേജ് ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് ടൈം ആണ്. സോ അതാണ് V(t) ഇന്റഗ്രലിന്റെ വേരിയബിൾ dt വരുന്നത്. ഓക്കെ, പക്ഷെ ഇവിടെ നമ്മുടെ സൈൻ ഫംഗ്ഷൻ ഏതാ നമ്മൾ വേരിയബിൾ എടുത്തത്? ഇൻ ടേംസ് ഓഫ് ωt ആണ്. ഓക്കെ, ωt ഇന്റഗ്രലിന്റെ ലിമിറ്റ് കൊടുക്കുന്നത് എത്രയാണ്? ωt വാല്യൂ ആണ്. അതായത് ωt ആണ് 0 മുതൽ 2π വരെ വേരി ചെയ്യുന്നത്. ഓക്കെ, സൈൻ വേവില് 0 to 2π വേരി ചെയ്യുന്നത് ωt ആണ്. സോ ഇന്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു എന്ത് ചെയ്യണം? dωt. ഓക്കെ, സോ അതാണ് Vm² sin² ωt dωt. ഓക്കെ, ഇനി ഈ ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. ദെൻ ഇന്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു dωt ആണ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് എഴുതാം? ഈ ഇന്റഗ്രേഷനിൽ വേരിയബിൾ പറയുന്നത് എന്താണ്? dωt ആണ്. സോ ωt വരുന്ന ടേംസ് മാത്രം ഇന്റഗ്രലിന്റെ അകത്ത് വെച്ചിട്ട് ബാക്കി ടേംസ് ഇന്റഗ്രലിന്റെ പുറത്തേക്ക് എടുക്കുക. ഓക്കെ, ബാക്കി ടേംസ് ഇന്റഗ്രലിന്റെ പുറത്തേക്ക്. അപ്പൊ ഇവിടെ ഏതാണ്? Vm² കോൺസ്റ്റന്റ് ആണ്, ഇൻഡിപെൻഡന്റ് ഓഫ് ടേം ωt. സോ ഇതിൽ ωt ടേം വരുന്നില്ല. സോ Vm² ഇന്റഗ്രേഷന്റെ പുറത്തേക്ക് എടുക്കാം. സോ ഇന്റഗ്രേഷന്റെ പുറത്തേക്ക് എടുക്കുമ്പോൾ എന്ത് വരും? റൂട്ട് അവിടെ തന്നെ ഉണ്ടാവും. റൂട്ട് ഓഫ്
ഇവിടെ 1/2π ഓൾറെഡി ഉണ്ട്. ദെൻ ഇന്റഗ്രേഷൻ്റെ അകത്തുള്ള VM² പുറത്തേക്ക് എടുക്കാം. ഓക്കെ, സോ VM²/2π ഇന്റഗ്രൽ 0 to 2π sin² ωt dωt. ഓക്കെ, റൂട്ട് ഓഫ് VM² കോൺസ്റ്റന്റ് വാല്യൂ പുറത്തേക്ക് എടുത്തു. VM²/2π ഇന്റഗ്രൽ 0 to 2π sin² ωt dωt. ഓക്കെ, ഇനി sin²θ ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് sin²θ നിങ്ങൾ ഇന്റഗ്രേഷൻ പഠിച്ചിട്ടില്ലേ? sin² നമ്മൾ ഡയറക്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റാത്ത കാരണം എന്ത് ചെയ്യും? sin² കോസ്റ്റിന്റെ ടേംസിലേക്ക് എഴുതും. ഓക്കെ, സോ sin²θ ഇൻ ടേംസ് ഓഫ് cos θ ഇക്വേഷൻ ആണ് sin²θ ഈക്വൽ ടു 1 - cos 2θ/2. ഓക്കെ, sin θ ഇൻ ടേംസ് ഓഫ് cos θ ആണ് sin²θ ഈക്വൽ ടു 1 - cos 2θ/2. സോ ഇവിടെ sin²θക്ക് പകരം 1 - cos 2θ, ഇവിടെ θ എന്ന് പറയുന്നത് എന്താണ്? ωt ആണ്. ഓക്കെ, സോ അതാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. sin²θ ഈക്വൽ ടു 1 - cos 2ωt ഡിവൈഡഡ് ബൈ 2 dωt. ഓക്കെ, സോ ഇവിടെ ടേംസ് VM²/2π അതുപോലെ എഴുതി. ഇന്റഗ്രൽ 0 to 2π ആൻഡ് sin²θ ഈക്വൽ ടു 1 - cos 2θ/2. ഇത് ജനറൽ എക്സ്പ്രഷൻ ആണ് സൈൻ ഫംഗ്ഷന്റെ. അല്ലാതെ ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നില്ല, നിങ്ങളുടെ ട്രിഗ്നോമെട്രിക് ഇക്വാലിറ്റി ആണ് sin²θ ഈക്വൽ ടു 1 - cos 2θ/2. ഓക്കെ, സോ ആ ട്രിഗ്നോമെട്രിക് ഇക്വാലിറ്റി യൂസ് ചെയ്യാം. അതായത് sin²θ ഈക്വൽ ടു 1 - cos 2θ/2. അപ്പോൾ ഇവിടെ sin²θക്ക് പകരം 1 - cos 2θ/2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ഇനി ഇന്റഗ്രേറ്റ് ചെയ്യാം. സോ ഇനി ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? VM²/2π അവിടെ തന്നെ വെക്കുക. ദെൻ ഇതിനെ 2 ടേം ആയിട്ട് എഴുതാം. എങ്കിൽ 2 കോൺസ്റ്റന്റ് ആണ്. 2 എന്ത് എഴുതാം? 2 പുറത്തേക്ക് എടുക്കാം. ഓക്കെ, സോ VM²/2π ദെൻ ഇന്റഗ്രേഷൻ്റെ അകത്തുള്ള 2 കോൺസ്റ്റന്റ് ടേം 2 പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് ബാക്കി ഇവിടെ എന്ത് വരും? ഇന്റഗ്രേഷൻ്റെ അകത്ത് 1 - cos 2ωt dωt വരും. ഓക്കെ, സോ അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യുന്നത്. VM²/4π, അതായത് ഇവിടെ എന്താ ഉണ്ടായിരുന്നത്? നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് എഴുതി നോക്കുക. VM²/2π ആണ്. സോ ഇന്റഗ്രേഷൻ്റെ അകത്തുള്ള 2 എന്ത് ചെയ്തു? ഇന്റഗ്രേഷൻ്റെ പുറത്തേക്ക് എടുക്കുക. ഓക്കെ, സോ 2 പുറത്തേക്ക് എടുക്കുക. VM²/4π വരും. ഓക്കെ, സോ VM²/4π ബാക്കി ടേംസ് അതുപോലെ എഴുതാം. ഓക്കെ, സോ VM²/4π ഇന്റഗ്രൽ 0 to 2π 1 - cos 2ωt dωt. ഓക്കെ, സോ ഇതാണ് ഇന്റഗ്രേഷൻ്റെ അകത്ത് വരുന്ന ടേം. ഇന്റഗ്രൽ 0 to 2π 1 - cos 2ωt dωt. ഓക്കെ, സോ VM²/4π ഇനി എന്ത് ചെയ്യാം? ഇത് 2 ടേം ആണ്. 2 ടേമിനെ സെപ്പറേറ്റ് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, 1 × dωt. 1ന്റെ ഇന്റഗ്രൽ എന്താണ്? ഇന്റഗ്രൽ 1 ഇവിടെ വേരിയബിൾ dωt ആണ്. സോ ഇന്റഗ്രൽ 1 dωt ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒമേഗ വരും. ഓക്കെ, ഇന്റഗ്രൽ 1 dx ആണെങ്കിൽ എന്താണ് ഇന്റഗ്രൽ വരിക? ഇന്റഗ്രൽ 1 dx ആണെങ്കിൽ ഇന്റഗ്രൽ x ആണ് വരിക. ഓക്കെ, സോ അതുപോലെ തന്നെയാണ് ഇവിടെ ഇന്റഗ്രൽ 1 × dωt. സോ ഇവിടെ വേരിയബിൾ ωt ആണ്. സോ 1 ഇന്റഗ്രൽ dωt ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ωt വരും. ദെൻ മൈനസ് സൈൻ അതുപോലെ ഇടാം. ദെൻ കോസ് തീറ്റൻ്റെ ഇന്റഗ്രൽ എന്താണ്? ഇന്റഗ്രൽ ഓഫ് കോസ് തീറ്റ സൈൻ തീറ്റ ആണ്. ഓക്കെ, സോ ഇവിടെ എന്താ വരുന്നത്? കോസ് 2ωt ആണ്. ദെൻ വേരിയബിൾ dωt. ഓക്കെ, സോ കോസ് 2ωt ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? കോസ് 2ωt ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സൈൻ 2ωt. ദെൻ വിത്ത് റെസ്പെക്ട് ടു ωt അല്ലേ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്? ഓക്കെ, സോ വിത്ത് റെസ്പെക്ട് ടു ωt ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് കാരണം ഇവിടെ എന്ത് വരും? 2ωt ഉണ്ട്. സോ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ആ കോൺസ്റ്റന്റ് ഡിനോമിനേറ്ററിൽ ഇടും. ഓക്കെ, അതായത് കോസ് 2ωtയുടെ ഇന്റഗ്രൽ ആണ് സൈൻ 2ωt ഡിവൈഡ് ബൈ 2. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ലിമിറ്റ് എന്താണ്? 0 to 2π ആണ് ലിമിറ്റ്. ഓക്കെ, സോ 0 to
2π ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. 2π to 0 ആദ്യം ഏത് കൊടുക്കുക? അപ്പർ ലിമിറ്റ് കൊടുക്കുക, ദെൻ ലോവർ ലിമിറ്റ് കൊടുക്കുക. ഓക്കെ, സോ റൂട്ട് ഓഫ് Vm² by 4π ദെൻ ഒമേഗ ടി അപ്പർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? അപ്പർ ലിമിറ്റ് 2π. ഓക്കെ, സോ 2π മൈനസ് സൈൻ 2 ഇൻറ്റു ഒമേഗ ടി അപ്പർ ലിമിറ്റ് കൊടുക്കുക 2π, അതായത് സൈൻ 2 ഇൻറ്റു ഒമേഗ ടിക്ക് 2π കൊടുക്കുമ്പോൾ എന്ത് വരും? സൈൻ 4π. ഓക്കെ, സോ സൈൻ 4π/2 ഇതാണ് അപ്പർ ലിമിറ്റ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, 2π ലിമിറ്റ് കൊടുത്തത്, അതായത് 2π മൈനസ് സൈൻ 2 ഇൻറ്റു 2π, അതായത് സൈൻ 4π/2 മൈനസ് ഇനി ലോവർ ലിമിറ്റ് കൊടുക്കുക. ഓക്കെ, സോ ലോവർ ലിമിറ്റ് എന്താണ്? 0 ആണ്. ഓക്കെ, സോ ഒമേഗ ടിക്ക് 0 കൊടുക്കുമ്പോൾ 0 വരും, മൈനസ് സൈൻ 2 ഇൻറ്റു ഒമേഗ ടിക്ക് 0 കൊടുക്കുമ്പോൾ സൈൻ 2 ഇൻറ്റു 0/2. ഓക്കെ, സോ ഇനി ഇവിടെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു, ലിമിറ്റും കൊടുത്തു, ഇനി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തത് റൂട്ട് ഓഫ് Vm²/4π. ഇനി ഇതിൻ്റെ അകത്തെ ടേം എന്ത് വരും? 2π അതുപോലെ വരും. ദെൻ സൈൻ 4π എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ 4π, സൈൻ 4πയുടെ വാല്യൂ 0 അല്ലേ? അതായത് ഇതെല്ലാം നേടെ സൈൻ ഫംഗ്ഷൻ വരിക. ഓക്കെ, 0π 2π, അതായത് എല്ലാ മൾട്ടിപ്പിൾ 2πൻ്റെ ഏത് മൾട്ടിപ്പിൾ എടുത്തു കഴിഞ്ഞാലും സൈൻ വാല്യൂ 0 ആണ്. സൈൻ 2π 0 ആണ്, 4π 0 ആണ്, 6π 0 ആണ്, 8π 0 ആണ്. ഓക്കെ, സോ സൈൻ 4πയുടെ വാല്യൂ 0 വരും. അപ്പോൾ ഈ ടേം പോകും, 0 ആകും. ദെൻ സൈൻ 0 0 ആണ്. സോ ഈ ടേം എല്ലാം ക്യാൻസലായി, ഇവിടെയും 0 ആണ് വരുന്നത്. സോ ബാക്കി ടേം ഇവിടെ വരുന്നത് എന്താണ്? 2π മാത്രമാണ്. ഓക്കെ, സോ റൂട്ട് ഓഫ് Vm²/4π ഇൻറ്റു 2π. ഓക്കെ, ദെൻ 2π 4π ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ഇവിടെ 2 വരും. സോ റൂട്ടിൻ്റെ അകത്ത് എന്ത് വരും? റൂട്ട് ഓഫ് Vm²/2 വരും. സോ റൂട്ട് ഓഫ് Vm² എന്ന് പറഞ്ഞാൽ Vm ആണ്, ഡിവൈഡ് ബൈ √2. ഓക്കെ, സോ ദിസ് ഈസ് ദ RMS വാല്യൂ ഓഫ് പ്യുവർ സൈൻ വേവ് ഫോം, ദാറ്റ് ഈസ് Vm/√2. ഓക്കെ, സോ Vm/√2 ആണ് സൈൻ വേവിൻ്റെ RMS വാല്യൂ. ക്ലിയർ ആണോ ഇത്? ഇതിൽ നിങ്ങൾക്ക് ഇൻ്റഗ്രേഷനും സൈനിൻ്റെയും കോസിൻ്റെയും ഫംഗ്ഷൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, ആദ്യം നമ്മൾ സൈൻ വേവിൻ്റെ ഇക്വേഷൻ എഴുതി, Vm sin ഒമേഗ ടി. ദെൻ RMS വാല്യൂവിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ടൈം പീരീഡ് 2π ആണ്. സോ 1/2π ഇൻ്റഗ്രൽ 0 to 2π. V ഓഫ് ടിക്ക് പകരം Vm sin ഒമേഗ ടി കൊടുത്തു. V ഓഫ് ടി സ്ക്വയർ ആണ് നമ്മൾ ഇക്വേഷനിൽ. സോ Vm² sin² ഒമേഗ ടി ഡി ഒമേഗ ടി. സോ Vm²/2π ഇൻ്റഗ്രൽ 0 to 2π sin² എടുത്തു. ദെൻ sin²ന് ഇൻ ടേംസ് ഓഫ് cos² എഴുതി. സോറി, ഇൻ ടേംസ് ഓഫ് കോസിൻ്റെ ഫംഗ്ഷനായിട്ട് എഴുതി. ഇത് എഴുതിയിരിക്കുന്നത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, അപ്പോൾ sin² തീറ്റ എന്ന് പറയുന്നത് 1 - cos 2θ/2 ആണ്. സോ 1 - cos 2θ/2 എഴുതി. ദെൻ 2 ഇൻ്റഗ്രേഷൻ്റെ പുറത്തേക്ക് എടുത്തു. ഇപ്പോൾ Vm²/4π വന്നു. ഇൻ്റഗ്രൽ 0 to 2π 1 - cos θ വന്നു. ദെൻ അതിന് ഇൻ്റഗ്രേറ്റ് ചെയ്തു. 1ന് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒമേഗ ടി വരും. കോസ് ഫംഗ്ഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സൈൻ 2 ഒമേഗ ടി. ദെൻ ഇവിടെ വരുന്ന ഫംഗ്ഷൻ്റെ ഡിഫറൻഷ്യൽ ഡിനോമിനേറ്ററിൽ വരും. ഓക്കെ, അതെല്ലാം നിങ്ങൾ ഇൻ്റഗ്രേഷനിൽ ചെയ്യുന്നതാണ്. സൈൻ 2 ഒമേഗ ടി/2. ഇനി ലിമിറ്റ് കൊടുക്കുക, അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും. ആദ്യം അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്തു. ഇപ്പോൾ 2π മൈനസ് സൈൻ 4π/2 മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 മൈനസ് സൈൻ 0/2 വരും. ഓക്കെ, സോ ഇവിടെ സൈൻ 4πയുടെ വാല്യൂ 0, സൈൻ 0 വാല്യൂ 0, ബാക്കി ഇതിൽ ടേം വരുന്നത് 2π മാത്രമാണ്. സോ റൂട്ട് ഓഫ് Vm²/4π ഇൻറ്റു 2π വരും. ദെൻ 2π 4π ക്യാൻസൽ ആകുമ്പം ഇവിടെ റൂട്ടിൻ്റെ അകത്ത് റൂട്ട് ഓഫ് Vm²/2 വരും, ദാറ്റ് ഈസ് Vm/√2. ഓക്കെ, സോ ഇതാണ് ഒരു സൈൻ വേവ് ഫോമിൻ്റെ RMS വാല്യൂവിൻ്റെ ഇക്വേഷൻ. ഓക്കെ, സോ Vm/√2. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, so attendance 1 1 2 3 4 5 ഇല്ല, 6 6 7 8 okay 9 9
10, None. 11. Okay, 12, 13, 13, 14, 14, 15, 16, okay, 17, okay, 18, 19, 20, 20, 21, 22, 23, 24, 24, 25, 26, 7, 28, ടീച്ചർ 29, 19 ഉണ്ട് 30. Okay, 29, 30. 30. Okay, okay. 29. Okay, sure. Thank you. എടാ ഫർദാൻ സ്പീഡിൽ ഇറങ്ങിക്കോയേ, അടുത്ത പീരീഡ് മാത്സ് ആണ്.